ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അബീസ് ബസ്സിലെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നെപ്പോലെ സോപ്പ് ഭ്രാന്തുള്ള ഒട്ടേറെ പേരുണ്ടല്ലോ അല്ലേ? നിങ്ങളും എന്നെപ്പോലെ സോപ്പ് ഭയങ്കര തലയ്ക്ക് പിടിച്ചുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മിൻ്റാണ് കേട്ടോ, അതായത് സിന്തറ്റിക് മിൻ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വൈൻ സിന്തറ്റിക് മിൻറ്റ് സോപ്പ്, കൂളിംഗ് സോപ്പ്. അതായത് നമ്മുടെ മുന്തിരി ഇല്ലേ, ഗ്രേപ്സ് റെഡ് വൈൻ അറിയാലോ നിങ്ങൾക്കൊക്കെ. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ക്രിസ്റ്റൽ ആയിട്ടുള്ള മിൻ്റാണ്, അതായത് മെന്തോളാണ്. മെന്തോള് സിന്തറ്റിക് മെന്തോള്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലാക്കി വെച്ചതാണ് കേട്ടോ, കാണാനില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി വിശാലമായിട്ട് തന്നെയാണ് ഇന്ന് സോപ്പ് ബേസാണ് ഉണ്ടാക്കുന്നത്, സോപ്പല്ല, സോപ്പ് ബേസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച സാധനങ്ങളാണ് ഓരോന്ന് കാണിക്കുന്നത്. സ്റ്റിയറിക് ആസിഡ്, പിന്നെ എന്താ പറയുക, CMEA. അത് അല്പം കൂടുതൽ പതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പത വേണമെങ്കിൽ മാത്രം CMEA ആഡ് ചെയ്താൽ മതി. പിന്നെ LLP, പക്ഷേ LLP വേണ്ടത് ഫ്രാഗ്രൻസിലാണ് അത് മിക്സ് ചെയ്യേണ്ടത്. അത് കാരണം കൊണ്ട് ഞാൻ LLP ഇതിൽ ആഡ് ചെയ്യണില്ല, കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. കാരണം ഞാനിതിൽ ഫ്രാഗ്രൻസ് ഒഴിക്കണില്ല, കാരണം ബേസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ TEA, PG, പിന്നെ അതായത് PG അറിയാലോ, സിന്തറ്റിക് ഗ്ലിസറിനാണ് PG. പിന്നെ ഉള്ളത് ഒറിജിനൽ ഗ്ലിസറിൻ. പിന്നെ ഉള്ളത് CAPB, അതായത് നമുക്ക് പത വേണമെങ്കിൽ CMEA, CAPB ആഡ് ചെയ്യാം, എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞാനിതിൽ ഡെസൈൽ ഗ്ലൂക്കോസൈഡ്, ലോറൽ ഗ്ലൂക്കോസൈഡൊക്കെ, അതായത് എൻ്റെ ഒരു പ്രിപ്പറേഷനിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡെസൈലോ ലോറയിലോ ആഡ് ചെയ്യാം. പക്ഷേ ഡെസൈലും ലോറയിലും ആഡ് ചെയ്യാതെ നമ്മൾ പകരം അതിനിത്തിരി കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് പകരം CMEAയും CAPBയും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ, ഒരു 5 ഗ്രാം വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാമെന്ന് മാത്രം. പത കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതൊന്ന് മുന്തിരി എടുത്തിട്ട് ഞാൻ കുറച്ച് ജ്യൂസ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡ് വൈൻ്റെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് ബേസ് ഉണ്ടാക്കാൻ പോവാണ്. വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി ഓരോ ഐറ്റംസായിട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ലൈവ് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇതാ സോൾവായി വരുന്നുള്ളൂ. പിന്നെ എനിക്ക് pH ലെവൽ ഇവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നെങ്കിൽ ഞാനിവിടെ നമ്മുടെ ഹാർഡ് വാട്ടറാണ് എടുക്കുന്നത്. അതായത് ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ബോർവെല്ല്, കുഴൽക്കിണറ്റിലെ വെള്ളം. അപ്പോൾ നമ്മൾ DM വാട്ടറൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് pH ലെവൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ബോർവെല്ലിലെ വെള്ളമൊക്കെ ആണെങ്കിൽ pH ലെവൽ 8 ഒക്കെ കാണിക്കും, 7, 8 ഒക്കെ കാണിക്കും. നമുക്ക് വേണ്ടത് 5.6 ആണ്, അല്ലെങ്കിൽ 6 വരെ ആവാം. അപ്പോൾ നമുക്കിവിടെ pH ലെവൽ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മെന്തോൾ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് pH ലെവൽ കാണിക്കാൻ പറ്റാത്തത്. pH കൂടിപ്പോയിച്ചിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. സാധാഗതിയിൽ pH കൂടിപ്പോയിട്ട് സാധാഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ pH കൂടി ഹാൻഡ് മെയ്ഡ് സോപ്പല്ലേ ഉണ്ടാക്കണം, ഹാൻഡ് മെയ്ഡ് ആൻഡ് ഹോം മെയ്ഡ് സോപ്പല്ലേ ഉണ്ടാക്കണം. അപ്പോൾ pH കൂടിപ്പോയിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, യാതൊരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മെഷീൻ മെയ്ഡൊക്കെ ആണെങ്കിൽ കറക്റ്റ് pH ആയിട്ട് കിട്ടും. നമുക്ക് സോപ്പ് ബേസ് ആണെങ്കിലും സോപ്പാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ, അതിൽ ചേർക്കുന്ന കണ്ടൻറ്റുകൾ അനുസരിച്ചാണ് pH ലെവൽ കറക്റ്റായിട്ട് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ pH കാണിക്കാത്തത്. ഇനി എപ്പോഴേലും ഒരു pH കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ pHൻ്റെ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനത് pH നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ pH കറക്റ്റ് ആക്കുക എന്നൊക്കെ കാണിച്ചു തരാം. കൂടിപ്പോയാൽ ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റും, പക്ഷേ കൂടിപ്പോയാൽ കുറയ്ക്കാൻ പറ്റില്ല. പഞ്ചസാര ഇത്തിരി ലയിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാനിത്തിരി നമ്മുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ റെഡ് വൈൻ, അതായത് മുന്തിരി ഇടിച്ച് ഞാൻ തിളപ്പിച്ചിട്ടില്ല കേട്ടോ. മുന്തിരി ഞാൻ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെ ജ്യൂസാക്കി കൊണ്ടുവന്നേക്കുക.
ഇനി എന്തുണ്ടാവാൻ പോകണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു 100 ml ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കളറൊന്നും ആഡ് ചെയ്യാത്ത റെഡ് വൈനാണ് കേട്ടോ, ജ്യൂസാണ്, അല്ല സോപ്പ് ബേസാണ്. ഇതിരിക്കുക ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് ഇരിക്കുക. അതായത് ഇപ്പം നമ്മൾ ചെയ്ത് കിടക്കുന്നത് സോപ്പ് ബേസാണ്. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പം അതിൻ്റെ കളർ കണ്ടില്ലേ, ഇപ്പം ശരിക്കും മുന്തിരിയുടെ കളറായി ഇല്ലേ. പക്ഷേ ഇനി ഇത് അതായത് നമ്മളുടെ ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ കളറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിൽ CAPB ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ മുന്തിരി തിളപ്പിക്കാതെ എടുത്തതാണ് കേട്ടോ, തിളപ്പിച്ചിട്ടില്ല. മുന്തിരി ഞാൻ മിക്സിയിൽ പോയി അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഉണ്ടായുള്ള ഒരു കളറും അതിൻ്റെ വേരിയേഷനും ഞാൻ ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞാലത്തെ വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ കളറൊന്നും ചേർക്കാതെ മുന്തിരി ഇടിച്ച്, അതായത് മിക്സിയിലിട്ട് പിഴിഞ്ഞ ജ്യൂസ് ആഡ് ചെയ്തപ്പോഴുള്ള സോപ്പ് ബേസിൻ്റെ ഒറിജിനൽ കളറും ഇനി അത് ഡ്രൈ ആയി കഴിഞ്ഞാലത്തെ കളറും നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിത് മോൾഡിലേക്കും ബാക്കിയെല്ലാം ഞാൻ സോപ്പ് ബേസായിട്ടും ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി ചേർക്കാൻ പോണത് മെന്തോളാണ്. മെന്തോളും നമ്മൾ സോൾവ് ആയിട്ടുണ്ട്, അതിനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത് സിന്തറ്റിക് മെന്തോളാണ്. ഒറിജിനൽ മെന്തോളൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ സിന്തറ്റിക് മെന്തോളാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. അപ്പോൾ CAPB ആഡ് ചെയ്തു, CMEA ആഡ് ചെയ്തു. അപ്പോൾ CMEയുടെ കുറച്ചിങ്ങനെ കിടക്കുന്നുണ്ട്, അതൊന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു മോൾഡിലേക്കും ബാക്കി നമുക്ക് ഈ ട്രേയിലേക്കും ഒഴിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി രണ്ട് സൈഡിലും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ നമുക്ക് സച്ചിയുടെ തേനീച്ചപ്പെട്ടി തന്നെ എടുക്കാം. ഇതാണ് റെഡ് വൈനായിട്ട് നമ്മൾ ചെയ്തെടുത്തപ്പോൾ, റെഡ് വൈൻ മുന്തിരി ജ്യൂസ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ കളറാണിത്. ഇത് കളർ ആഡ് ചെയ്യാത്ത റെഡ് വൈൻ സോപ്പാണ്. അപ്പോൾ നമ്മൾ വാങ്ങണ റെഡ് വൈന് റെഡ് കളറ്, അതിൽ ഒരുപക്ഷെ സിന്തറ്റിക് എക്സ്ട്രാക്റ്റ് ചേർത്തിട്ട് കളർ ആഡ് ചെയ്യണതായിരിക്കാം. മെന്തോൾ എപ്പോഴും കൂടുതൽ എടുക്കരുത്, മുഖം നീറും. അപ്പോൾ 2 ഗ്രാമോ 5 ഗ്രാമോ അതിലപ്പുറം മെന്തോൾ എടുത്താൽ മുഖം നീറും കേട്ടോ. അപ്പോൾ കൂളിംഗ് സിസ്റ്റമുള്ള ക്രിസ്റ്റൽ, അതായത് മെന്തോൾ റെഡ് വൈൻ സോപ്പ് റെഡി. പക്ഷേ നമ്മൾ കാണുന്ന റെഡ് വൈൻ എപ്പോഴും റെഡായിട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിലൊക്കെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ച വീഡിയോ ഇതാണ് റെഡ് വൈൻ. ബേസ് ആവണേ ഉള്ളൂ. ഇത് നമ്മൾ ഒരു മോൾഡിൽ ഒഴിച്ച് വെച്ച സോപ്പ് ആണ് കേട്ടോ. ഇനി മറ്റൊരു പാത്രത്തിൽ നമ്മൾ എടുത്ത ജ്യൂസിൽ നിന്ന് കുറച്ച് ഉള്ളത് നന്നായി തിളപ്പിക്കുകയാണ്. അത് തിളപ്പിച്ചിട്ട്
നമ്മൾ ഒരു റോസപ്പൂവിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്നും ചേർക്കാതെ ഒരു സോപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ച ജ്യൂസ് ചേർത്തിട്ട് റെഡ് വൈൻ എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാം. ആ സോപ്പ് ഇതിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളപ്പിക്കാത്ത ജ്യൂസിൻ്റെ, ഇത് തിളപ്പിച്ച ജ്യൂസിൻ്റെ, രണ്ടും സെയിം കളർ.